അടുത്ത ടീം എന്ന് പറയുന്നത് ക്യാമറൂൺ. ക്യാമറൂണിൻ്റെ സ്റ്റാർ പ്ലെയറാണ് സാമുവൽ എറ്റോ. ഇദ്ദേഹം ബാർസലോണ, ഇൻ്റർ മിലാൻ, ചെൽസി, റയൽ മാഡ്രിഡ് എന്നീ ക്ലബ്ബുകൾക്ക് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ബാർസലോണ ഉള്ള സമയത്തുള്ള ഫോട്ടോ ആണ് തൊട്ട് അടുത്ത സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ക്യാമറൂണിൻ്റെ വേറെ ഒരു സ്റ്റാർ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ക്യാമറൂണിന് വേണ്ടി 136 തവണ കളിച്ചിട്ടുള്ള റിഗോബർട്ട് സോങ് ആണ് ലോകകപ്പിലെ ഏറ്റവും പരിചയ സമ്പന്നനായ താരം. ഇതും ക്യാമറൂണിൻ്റെ പ്ലെയറാണ് റിഗോബർട്ട് സോങ്. ക്യാമറൂണിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പരാഗ്വേ സ്ക്വാഡിലൊരു കളിക്കാരനാണ്, എൻട്രിക് വേറ എന്ന് പറഞ്ഞിട്ട്. ഇത് ഏതൊക്കെ കളിക്കാരാണ് പരാഗ്വേക്ക് വേണ്ടി 2010 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ, ഫിഫ ലോകകപ്പിൽ ഗോളുകൾ നേടിയത് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത പേജിൽ യഥാക്രമത്തിൽ 2 ടീമുകളുടെ സ്ക്വാഡ് ഇൻഫർമേഷൻസൊക്കെയാണ് കാണുന്നത്. അതിൽ സ്ലോവേനിയയാണ് ആദ്യം കാണുന്നത്. സ്ലോവേനിയയുടെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 25ആണ്. യൂറോപ്യൻ മേഖലയിലുള്ള രാജ്യമാണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് റോബർട്ട് കൊറിൻ. കോച്ച് മാത്യൂസ് കെക്ക് ആണ് സ്ലോവേനിയയുടെ കോച്ച്. അപ്പോൾ ടീമിൻ്റെ ഫുൾ ടീം സ്ക്വാഡ് ഇൻഫർമേഷൻസാണ് കാണുന്നത്. അടുത്തത് പോർച്ചുഗലിൻ്റെ ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 3ആണ്. യൂറോപ്യൻ മേഖലയാണ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. കോച്ച് കാർലോസ് ക്വീറോസ് ആണ്. പോർച്ചുഗൽ നിരയിൽ നോക്കിയാൽ നല്ല നല്ല കളിക്കാർ ഓരോരോ ടീം ഫോർമേഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലീഡ്സൺ, നാനി, ഹ്യൂഗോ അൽമേഡ, പെപ്പെ, റിക്കാർഡോ കാർവാലോ, മിഗ്വെൽ, റിക്കാർഡോ കോസ്റ്റ, പെഡ്രോ മെൻഡസ്, സിമാവോ, റൗൾ മിറിലസ്, തിയാഗോ, ഡെക്കോ, ഫാബിയോ കോൺട്രാഗോ, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് പോർച്ചുഗലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ തൊട്ട് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് മിന്നും താരം എന്ന് പറഞ്ഞിട്ടൊരു കളിക്കാരൻ്റെ ഫോട്ടോ സഹിതമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വിൻസ്റ്റൺ റീഡ്. അപ്പോൾ ന്യൂസിലൻഡ് ടീമിൻ്റെ കളിക്കാരനാണ്. അടുത്തത് കാണുന്നത് സ്ലോവാക്യ എന്ന ടീമിൻ്റെ സ്ക്വാഡ് ഇൻഫർമേഷൻസൊക്കെയാണ്. ഫിഫ റാങ്കിങ് 37. ക്യാപ്റ്റൻ മാരക് ഹംസിക്. കോച്ച് വ്ളാഡിമിർ വിസ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കളിക്കാരൻ എന്ന് പറഞ്ഞ സ്ട്രൈക്കർ റോബർട്ട് വിറ്റേക്ക് ആണ്. പിന്നെ മറ്റു കളിക്കാരുടെ ഇൻഫർമേഷൻസൊക്കെയാണ് സ്ലോവാക്യ നിരയിലുള്ളത്. അടുത്ത പേജിലായിട്ട് കാണുന്നത് സ്ലോവാക്യയുടെ ആ ടീം, അതായത് 2010 ഫിഫ ലോകകപ്പിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനാണ് റോബർട്ട് വിറ്റേക്ക്. ഇദ്ദേഹമാണ് ആ ടീമിന് വേണ്ടി നല്ലൊരു പകുതി ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലോവാക്യൻ്റെ ഗോൾ സ്കോറർമാരുടെ ഡീറ്റെയിൽസൊക്കെയാണ് കാണുന്നത്. അതായത് ഈ ലോകകപ്പിൽ ആരൊക്കെ സ്ലോവാക്യയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ട്. അടുത്തത് ബ്രസീൽ ടീമിനെ പറ്റിയുള്ള വിവരണങ്ങളാണ്. തൊട്ട് മുകളിലായി കാണുന്ന ബ്രസീൽ ടീമിൻ്റെ ഒരു ഏകദേശം ഷോർട്ട് സമ്മറി ഡീറ്റെയിൽസാണ് കാണുന്നത്. ഫുട്ബോൾ എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് ആകെ എങ്ങനെയാണ്, ഓരോ ടൂർണമെൻറ്റുകളിലും അവരുടെ ടീമുകൾ എങ്ങനെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഒട്ടുമിക്കൊരു നല്ല സ്ക്വാഡിനെയാണ് 2010 ലോകകപ്പിൽ ബ്രസീലിന് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ആ ചെറിയൊരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. 5 തവണയാണ് ബ്രസീൽ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ കാണുന്നത് ഒരു സ്ക്വാഡിൻ്റെ ഡീറ്റെയിൽസ് അല്ല, എക്കാലത്തെ ഒരു മികച്ച കളിക്കാരൻ റൊണാൾഡീഞ്ഞോ. ഇദ്ദേഹം
ബ്രസീൽ റൊണാൾഡീനോ. അതിന് ശേഷം കാണുന്നത് സ്ക്വാഡിൻ്റെ ഫോട്ടോയാണ്, അതായത് യോഗ്യതാ റൗണ്ട് കളിച്ച ബ്രസീൽ ടീം എന്ന നിലയിൽ. പിന്നെ തൊട്ട് താഴെയായി ഉത്തര കൊറിയക്കെതിരെയാണെന്ന് തോന്നുന്നു ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ച് വരുന്നത്. അപ്പോൾ ആ മാച്ചിൽ ഉണ്ടായ 2 കളിക്കാരുടെ ഫോട്ടോസ് ആണ് കണ്ടത്. ഇപ്പം കാണുന്നത് മൈക്കോൺ, എലാനോ എന്നീ കളിക്കാരും പരസ്പരമായി ആലിംഗനം ചെയ്തിരിക്കുന്ന ഫോട്ടോയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത പേജിലും ബ്രസീൽ ടീമിൻ്റെ കണ്ടിന്യൂഷനാണ്. തൊട്ട് താഴെ കാണുന്നത് കക്കയാണ്, അവരെ ലൈനപ്പിൽ 2010 ലോകകപ്പിലും ഉണ്ടായിരുന്നത്. തൊട്ട് മുകളിലായി കാണുന്നത് 9-ാം നമ്പർ ജേഴ്സി ലൂയിസ് ഫാബിയാനോ. വീണ്ടും കക്കയുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ ആണ്. പിന്നെ ഇത് അവരുടെ ഗോൾ കീപ്പറായ ജൂലിയോ സീസർ, 2010 ഇവരാണ് മെയിൻ ഗോൾ കീപ്പർ. അപ്പോൾ മുകളിലും താഴെ 2 ഫോട്ടോകൾ കാണുന്നുണ്ട്, ജോസിമാർ ആൻഡ് കാർലോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ലോകകപ്പിലെ ഗോൾ നേടിയ കളിക്കാരാണ്. കാർലോസ് 1970-ലും ജോസിമാർ 1986-ലും. ആ ഗോളുകളെ പറ്റിയുള്ള വിശകലനമാണ് കാണുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് 6ാം കിരീടത്തിലേക്ക് എടുത്തു വയ്ക്കുവാൻ ബ്രസീൽ എന്നുകൊണ്ട് ഒരു വലിയ ഫോട്ടോയും അവരുടെ പ്ലെയേഴ്സ് സമേതമുള്ള ഫോട്ടോകളുമാണ് കാണുന്നത്. അപ്പോൾ ഈ ലൈനപ്പിൽ കാണുന്നത് ഗോൾ കീപ്പറായ ജൂലിയോ സീസർ, ലൂസിയോ, ജുവാൻ, മിഷേൽ ബാസ്റ്റോസ്, ഗിൽബർട്ടോ സിൽവ, ഫിലിപ്പെ മെലോ, മൈക്കോൺ, റോബിന്യോ, ലൂയിസ് ഫാബിയാനോ, കക്ക എന്നിവരെയാണ് കാണുന്നത്. അടുത്ത പേജിൽ അടുത്ത ടീമാണ് പോർച്ചുഗലാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് 2 പ്ലെയേഴ്സിനെയാണ് ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു ട്രെയിനിങ് സെഷനിൽ. ഡക്കോയും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അങ്ങനെ പങ്കുവെക്കുന്നത്. അവരെ, അതായത് പോർച്ചുഗൽ ടീമിൻ്റെ ഫുൾ സ്ക്വാഡ് ഡീറ്റെയിൽസാണ് കാണുന്നത്. തൊട്ടടുത്തായിട്ട് കാണുന്നത് ഒരു ബെസ്റ്റ് പ്ലെയറാണ് നാനി. അതിന് തൊട്ടു താഴെയായി കാണുന്നത് ആ ടൈം അവരുടെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത പേജിലും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോയാണ് കാണുന്നത്. ഇത് ഗോൾ സ്കോറേഴ്സിൻ്റെ ഫോട്ടോസും ആരൊക്കെയാണ് ഗോൾ നേടിയവർ എന്നുള്ളത് ഡീറ്റെയിൽസുമാണ് യഥാക്രമത്തിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്നത് റൗൾ. ഈ മാച്ച് എന്ന് പറയുന്നത് ഉത്തര കൊറിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ടം മാച്ചാണ്. അപ്പോൾ രണ്ടാമത്തെ ഗോൾ നേടിയത് സിമാവോ. മൂന്നാമത്തെ ഗോൾ നേടിയത് അൽമേഡ. നാലാമത്തെ ഗോൾ നേടിയത് തിയാഗോ. അഞ്ചാമത്തെ ഗോൾ നേടിയത് ലിഡ്സൺ. ആറാമത്തെ ഗോൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അവസാനമായി 7ാമത്തെ ഗോൾ നേടിയത് തിയാഗോ. അടുത്തതായി ഒരു ചെറിയ ഇതിൽ കാണുന്നത് ലോകകപ്പിലെ വമ്പൻ സ്കോറുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് ഒരു ഫോട്ടോ. അപ്പോൾ ഇതിലുള്ളത് 2010 ഫിഫ ലോകകപ്പ് വരെയുള്ള ഡീറ്റെയിൽസാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ലോകകപ്പ് എഡിഷനുകളിൽ അത് മാറിയിട്ടുണ്ടാവും. ആദ്യത്തേത് ഹംഗേറി എൽ സാൽവദോർ 1982 ലോകകപ്പ് 10-1 സ്കോർ ലൈൻ. അടുത്തത് ഹംഗറി ദക്ഷിണ കൊറിയ 9-0 1954 ലോകകപ്പ്. പിന്നെ യുഗോസ്ലേവിയ സയർ ഇപ്പോൾ നിലവിൽ കോങ്കോ എന്ന പേരിലാണ് ആ രാജ്യം അറിയപ്പെടുന്നത്. 9-0 സ്കോർ ലൈൻ 1974 ലോകകപ്പ്. അടുത്തത് ജർമ്മനി സൗദി അറേബ്യ 8-0 2002 ലോകകപ്പ്. പോർച്ചുഗൽ ഉത്തര കൊറിയ 7-0 2010 ലോകകപ്പ്. അടുത്ത ടീം എന്ന് പറയുന്നത് ഐവറി കോസ്റ്റാണ്. അതേ ഗ്രൂപ്പിൽ വരുന്നതാണ്. ബ്രസീൽ, പോർച്ചുഗൽ, ഐവറി കോസ്റ്റ്, അതാണ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് കണ്ട ഫോട്ടോ എന്ന് പറയുന്നത് ദിദിയർ ഡ്രോഗ്ബയുടേതായിരുന്നു. ഇത് അടുത്ത ഒരു ഫോട്ടോ ആണ്. അത് ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ടാളും തമ്മിൽ കണ്ട് മുട്ടിയ സമയത്ത് അന്നേരം ഉണ്ടായ ഫോട്ടോ. ദിദിയർ ഡ്രോഗ്ബയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. യഥാക്രമം ഐവറി കോസ്റ്റ്, പോർച്ചുഗൽ ടീമുകളിലാണ് രണ്ടാളും ഉള്ളത്. ഇത് അതേപോലെ തന്നെ ദിദിയർ ഡ്രോഗ്ബയുടെ ഒരു ഫോട്ടോ തന്നെയാണ്.
അദ്ദേഹം പരിക്കേറ്റ് കിടക്കുന്നതാണെന്ന് തോന്നുന്നു മാച്ച് സമയത്തുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഐവറി കോസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ. ഇത് അടുത്ത ടീം എന്ന് പറയുന്നത് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയുടെ ഗോൾ കീപ്പറിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, കാരണം കൂടുതൽ ടീം ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല നോർത്ത് കൊറിയയുടേത്. അടുത്തത് സ്പെയിനാണ്. അപ്പോൾ സ്പെയിൻ ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത് വിൻസെൻ്റ് ഡെൽ ബോസ്ക്. അത് കരുത്തും ദൗർബല്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായി സ്പെയിനെ പറ്റി ഒരു ഷോർട്ട് ഗ്ലിംസ് സമ്മറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായി ഫുൾ സ്ക്വാഡ് ഡീറ്റെയിൽസും അതിൻ്റെ തൊട്ടപ്പുറത്തായി ശ്രദ്ധിക്കേണ്ട താരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് വിയ എന്നാണ് ശ്രദ്ധിക്കേണ്ട താരം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്പാനിഷ് കളിക്കാരെ പേരുകളൊക്കെ നിങ്ങൾ യഥാക്രമങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഇതിൽ പകുതി സ്ക്വാഡ് അംഗങ്ങൾ ലാലിഗയിൽ മത്സരിക്കുന്ന റയൽ മാഡ്രിഡ്, ബാർസലോണ എന്നീ ടീമുകളിലുള്ള കളിക്കാരാണ് ഉണ്ടാകുക. ഐക്കർ കാസിയസ്, പെപ്പെ റെയ്ന, വിക്ടർ വാൾഡസ്, റൗൾ ആൽബിയോൾ, അൽവാരോ ആർബിയോല, യോൻ കാപ്ഡെവില, കാർലോസ് മാർച്ചേന, ജെറാഡ് പീക്കെ, കാർലോസ് പുയോൾ, സെർജിയോ റാമോസ്, ജീസസ് നവാസ്, പെഡ്രോ, ഫെർണാണ്ടോ ലോറൻഡെ, ഫെർണാണ്ടോ ടോറസ്, ഡേവിഡ് വിയ, സാവി ഫെർണാണ്ടസ്. അടുത്തത് സ്പെയിൻ രാജ്യത്തിൻ്റെ ഒരു ഔട്ട്ലൈനാണ് കാണുന്നത്. അവർ വിസ്തീർണം, ജനസംഖ്യ എന്ന നിരക്കിൽ 2010 ലോകകപ്പ് ടൈമിലുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ നിലവിലൊക്കെ എല്ലാം അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അവരുടെ ഫുട്ബോൾ സിസ്റ്റമാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഏത് തലങ്ങളിലാണ് അവർ ഫുട്ബോൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്, അത് ക്ലബ്ബ് തലത്തിലായാലും നാഷണൽ ടൂർണമെൻ്റ് തലത്തിലായാലും എങ്ങനെയാണ് അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രാഥമിക തലം എന്ന് പറയുന്നത് ലാലിഗയാണ്. അവരുടെ ടോപ്പ് ക്ലബ് ഫുട്ബോൾ സിസ്റ്റമാണ് ലാലിഗ. ഈ ലാലിഗയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന റയൽ മാഡ്രിഡ്, ബാർസലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, വാലൻസിയ, റയോ വാലേക്കാനോ, വിയാറയൽ എന്നീ ടീമുകളൊക്കെ മത്സരിക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെ കാണുന്ന സാവിയുടെ ഫോട്ടോയാണ്. സ്പാനിഷ് ടീമിൽ ഒരു നല്ലൊരു പ്ലെയർ, മിഡ്ഫീൽഡർ എന്ന് പറയാം. പക്ഷേ ആ ടീമിൻ്റെ ചാലകശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സാവിയെ. ഇത് കാണുന്നത് ഡേവിഡ് വിയയുടെ ഫോട്ടോയാണ്. റെഡ് ജേഴ്സി നമ്പർ 7. തൊട്ട് മുകളിലായി കാണുന്നത് 3 കളിക്കാർ ഒരുമിച്ചുള്ള ഫോട്ടോ ആണ് ഗ്രൂപ്പ് മാച്ച് സമയത്ത്. ആൻഡ്രേ ഇനിയസ്റ്റ, സെസ് ഫാബ്രിഗാസ്, പിന്നെ അതേപോലെ തന്നെ ഡേവിഡ് വിയ. അടുത്ത പേജിലായി കാണുന്നത് ആൻഡ്രേ ഇനിയസ്റ്റയുടെ ഫുൾ സൈസ് ഫിഗറാണ്. തൊട്ട് താഴെ കാണുന്നത് പെഡ്രോയുടെ ഫോട്ടോ പ്ലസ് ഷോർട്ട് ഇൻഫോർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആറാം നമ്പർ ജേഴ്സിയാണ് ആൻഡ്രേ ഇനിയസ്റ്റയുടെ. അടുത്ത പേജിൽ കാണുന്നത് സ്പെയിൻ ടീം അല്ലെങ്കിൽ സ്പാനിഷ് ടീമിൻ്റെ ഫുൾ സ്കോർ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 2ആണ്. യൂറോപ്പാണ് മേഖല. ക്യാപ്റ്റൻ ഐക്കർ കാസിയസ്, കോച്ച് എന്ന് പറയുന്നത് വിൻസെൻ്റ് ഡെൽ ബോസ്കെ. ഇപ്പോൾ ഗോൾ കീപ്പർമാർ, ഡിഫൻഡർമാർ, മിഡ്ഫീൽഡർമാർ, സ്ട്രൈക്കർമാർ എന്നിവർ അടങ്ങിയിരിക്കുന്ന ഫുൾ സ്ക്വാഡ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2010 ലോകകപ്പ് ഡീറ്റെയിൽസ് ആണുള്ളത്. നിലവിൽ അങ്ങോട്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് കാണുന്നത് ഫെർണാണ്ടോ ടോറസിൻ്റെ ഫോട്ടോയാണ്. 9-ാം നമ്പർ ജേഴ്സി. ഇദ്ദേഹം സ്പാനിഷ് ലീഗിലും ഇംഗ്ലീഷ് ലീഗിലും ഇറ്റാലിയൻ ലീഗിലൊക്കെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ്, ലിവർപൂൾ, ചെൽസി, AC മിലാൻ അങ്ങനെ യൂറോപ്പിലെ വൻപൻ ക്ലബ്ബുകൾക്കൊക്കെ ഇദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട്. അടുത്തത് ഡെൻമാർക്ക് ടീമിൻ്റെ ഫുൾ സ്ക്വാഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണുന്നത്. ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത് 36ആണ്. 2010 ലോകകപ്പ് ടൈമിനുള്ള റാങ്കിങ് ആണ് പറയുന്നത്. മേഖല എന്ന് പറയുന്നത് യൂറോപ്പ്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജോൺ ബാൽ ടൊമാസൺ. കോച്ച് മോർട്ടൻ ഓൾസൺ ആണ്. ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ സ്ക്വാഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട കളിക്കാർ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻ എറിക്സൺ, നിക്ലാസ് ബെന്റ്നറാണ്. ക്രിസ്റ്റ്യൻ എറിക്സൺ ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്നീ ക്ലബിന് കളിച്ചിട്ടുണ്ട്.